നമസ്കാരം നമസ്കാരം. നമ്മളിപ്പം കുട്ടനാടാണ്, ആലപ്പുഴ കുട്ടനാട്. ഇത് കണ്ടോ, ഈ വെള്ളം കണ്ടോ, കലങ്ങി മറിഞ്ഞാ കിടക്കുന്നത്. സാധാരണ ഈ കുട്ടനാട് പോലുള്ള സ്ഥലം, അതുപോലെ വെള്ളക്കെട്ടുള്ള സ്ഥലത്തൊക്കെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമ്മുടെ കിണറുകൾ പറഞ്ഞാൽ ശുദ്ധിയല്ല. അപ്പൊ അതിനൊരു പരിഹാരമാണ് ഇവിടെ. അപ്പൊ അതിനൊരു പരിഹാരം കാണാം എന്നാണ് ഇയാൾ പറഞ്ഞത്. എന്താണ് പരിഹാരം എന്ന് നമുക്കൊന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം. പേര് മിഥുൻ. നമുക്കിതൊന്ന് കണ്ടാലോ? ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു അവസ്ഥയിലാണ് എപ്പോഴും നമ്മൾ ആ വെള്ളി കണ്ട അതേപോലെ തന്നെ ഈ വെള്ളം, അതേ ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഇതിന് എന്താ പരിഹാരം? ഇത് ശരിക്കും ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ എന്ന് നോക്കി കഴിഞ്ഞാൽ കുടിവെള്ളത്തിനുള്ള ഒരു പ്രശ്നമാണ്. ഒന്ന് പുളിപ്പായിരിക്കും, അല്ലെങ്കിൽ ഓരിറങ്ങും, ഇങ്ങനെ പല പ്രശ്നം കാരണം പലരും കിണർ തന്നെ ഉപേക്ഷിച്ചു. കോഴൽ കിണർ കുത്തുന്ന ആളുകൾക്ക് പോലും കലങ്ങി വെള്ളം വന്നിട്ട് അവർക്ക് ഒരു ഗതിയില്ലാതിരിക്കുക. ഞങ്ങൾ ശരിക്കും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പഠിച്ചപ്പോ ഞങ്ങൾക്ക് ദയാൽ സാർ പറഞ്ഞൊരു സാധനമാണ് കടൽ കക്ക. അത് പ്രത്യേകിച്ചും പോളിഷ് പോയ കക്കയെ നന്നായിട്ട് പ്രോസസ് ചെയ്ത് പൊടിച്ച് ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം തെളിയും. കക്കയെന്ന് കണ്ടാലോ? കാണാലോ. ഈ കക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് മുഴുവൻ കടൽ കക്കയാണ്. കടൽ കക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലത്തെ അല്ല, അതിനകത്ത് ക്ലീൻ ആക്കാൻ പറ്റുന്ന കക്ക. സന്തോഷമായിട്ട് നോക്കിയാൽ കാണാം, ഇതെല്ലാം പോളിഷ് പോയ കക്ക, നല്ല നല്ല ക്ലീൻ ആയിട്ടുള്ള കക്കയാണ്. ഇതാണ് പൊടിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഇത് എന്താണ് ഇവർ പറയുന്നതെന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, അപ്പം നിങ്ങൾ ശ്രദ്ധാപൂർവം മുഴുവൻ കേട്ടാൽ മാത്രമേ ഇതിനെക്കുറിച്ച് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഈ വീഡിയോയിൽ, നിങ്ങൾ കണ്ട ഈ വീഡിയോയിൽ അവർ പറഞ്ഞത് കടൽ കക്ക പൊടിച്ച് നന്നായി പ്രോസസ്സ് ചെയ്ത് UV ട്രീറ്റൊക്കെ ചെയ്തിട്ട് പൊടിച്ച് കഴിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളം ശുദ്ധമാവും, ക്ലിയർ ആവും, വെള്ളത്തിൻ്റെ pH ലെവൽ കറക്റ്റാവും, എന്നാൽ യാതൊരുവിധ അസുഖങ്ങളും വെള്ളത്തിലൂടെ വരില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, എൻ്റെ അറിവിൽ കക്ക വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ pH കറക്റ്റാവും. അത് കറക്റ്റാണ്, അവർ പറഞ്ഞത് കറക്റ്റാണ്, അതിനോട് ഞാനും യോജിക്കുന്നു. പക്ഷേ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതൊക്കെ പറയുന്നത് വെള്ളത്തിൻ്റെ pH 7.01 ആ രീതിയിലാണ് വെള്ളത്തിൻ്റെ pH, കറക്റ്റ് pH അതാണെന്നാണ് പറയുന്നത്. ആ ഒരു pH ഉള്ള വെള്ളം ഇതുപോലെ കലങ്ങിക്കഴിഞ്ഞാൽ ഈ പൊടി ഇട്ടാൽ വെള്ളത്തിൻ്റെ pH കൂടും, പിന്നെയും കൂടും. അപ്പോൾ കറക്റ്റ് ലെവലിൽ നിന്ന് മാറില്ലേ? വെള്ളം ക്ലിയർ ആവുന്നതും ആവാതിരിക്കുന്നതും അതോടെ വെക്കട്ടെ. ഒരു ഇത് പറയുകയാണ്, അത് കൂടുതലായി കഴിഞ്ഞാൽ അത് മോശമല്ലേ? pH, വെള്ളത്തിൻ്റെ pH കൂടുതലായാൽ അത് മോശമല്ലേ? അതൊരു കാര്യം. പിന്നെ ഇതിൽ ഞാൻ എൻ്റെ കയ്യിലൊരു പേപ്പറുണ്ട്, ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒക്കെ സർവേൻ്റെ ഭാഗമായിട്ട് അവരെ ഗൂഗിളിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അവരൊരു ഇത് പബ്ലിഷ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ പറയുന്നത്, ഞാനിത് വായിക്കുക, 15 സോഴ്സ് ഓഫ് വാട്ടർ ഉണ്ട്. അതായത് വാട്ട് ആർ ദി 15 സോഴ്സ് ഓഫ് വാട്ടർ, അതായത് മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, കുടിക്കാനും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന 15 സോഴ്സ് ഓഫ് വാട്ടറാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് പല രീതിയിൽ ഇവരിവിടെ പറയുന്നുണ്ട്. പിന്നെ അതിൽ പറയുന്നത് നാച്ചുറൽ സോഴ്സ് ഓഫ് വാട്ടർ, 9 തരത്തിലുള്ള നാച്ചുറൽ സോഴ്സ് ഉണ്ട്, അത് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ പറയുന്നത് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ കേസസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതായത് വെള്ളം അശുദ്ധമാകുന്നുണ്ട് മെയിൻ സോഴ്സസ്: ഗ്ലോബൽ വാർമിങ്, ഡീഫോറസ്റ്റേഷൻ, ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റോക്ക് ഫാമിങ്. അങ്ങനെ 6-7 തരത്തിൽ ഈ വെള്ളം മലിനമാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, 5 തരത്തിലുള്ള വാട്ടർ പൊല്യൂഷനെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ പറയുന്ന പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ആർ ദി 20 എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. അതായത് വെള്ളം അശുദ്ധമായി കഴിഞ്ഞാൽ 20 കാര്യങ്ങൾ എന്തൊക്കെ നമ്മളെ ബോഡിയിൽ സംഭവിക്കുന്നുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യമാണ്. ഞാൻ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. 20ഓളം കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്.
ഈസ് ദി ഹ്യൂമൻ ബോഡി 75% വാട്ടറാണ്. അപ്പോൾ വെള്ളമാണ്, 75% വെള്ളമാണ് ഹ്യൂമൻ ബോഡിയിലുള്ളത്. അപ്പോൾ അതിൽ നമ്മളെ ഇതിൽ വാട്ട് ഹാപ്പൻസ് ഇഫ് ഡ്രിങ്ക് പൊല്യൂട്ടഡ് വാട്ടർ, അതായത് മലിനമായ വെള്ളം കുടിച്ചാൽ എന്ത് സംഭവിക്കും എന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൃത്യമായ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ പിന്നെ ഒരു കാര്യം ചോദിക്കുന്നത് വാട്ടർ ഫിൽറ്ററും പ്യൂരിഫയറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, വാട്ടർ പ്യൂരിഫയറും ഫിൽറ്ററും തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെ പിന്നെ അതിനെക്കുറിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ചോദിക്കുന്നത് ഈ നീറ്റ് കക്ക ഇട്ട് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വാട്ടർ പൊല്യൂഷൻ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പൊല്യൂഷൻ അതായത് ഫാക്ടറികളിൽ നിന്നുള്ള വെള്ളം, ഫാക്ടറികളിൽ നിന്ന് പല പുഴകളിലേക്ക് ഒഴുക്കി വിടുന്ന വെള്ളം, അത് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കിണറുകളെ മലിനമാക്കുന്നുണ്ട് എന്നാണ് ഒരു ഇത് പറയുന്നത്. ആ ചുറ്റുവട്ടത്തുള്ള കിണർ മലിനമായി കഴിഞ്ഞാൽ എല്ലാ കിണറുകളും തമ്മിൽ ഒരു ലിങ്കേജ് ഉണ്ടാവും, പരിസരത്തുള്ള ലിങ്കേജ് ഉണ്ടാവും. അതിന് ഉദാഹരണം ആയിട്ട് ഇവർ പറയുന്നത് ഒരു ഡാം തുറന്ന് നമ്മൾ പെട്ടെന്ന് ഒരു ഡാമിൻ്റെ ഒരു ഷട്ടർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഷട്ടർ തുറക്കുന്നുണ്ട്. അത് തുറന്ന് ഇളക്കി കഴിഞ്ഞാൽ വേനൽക്കാലത്താണ് തുറന്ന് ഇറക്കുന്നതെങ്കിൽ ആ പരിസരത്തുള്ള എല്ലാ കിണറിലെയും വെള്ളം പൊന്തും. ഡാമിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാവുന്ന കാര്യമാണ്, വെള്ളം പൊന്തും. അപ്പോൾ എന്താണ് അതിന് കാരണം? ഈ കിണറുകളെല്ലാം ഈ പുഴകളുമായിട്ടും മറ്റും ലിങ്കേജ് ഉണ്ട് എന്നാണല്ലോ, ഈ ഡാമിൻ്റെ സൈഡിലൂടെ പോകുന്ന പുഴകളായിട്ട് ലിങ്കേജ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ വെള്ളം പൊന്തുന്നത്, ഉറവ വരുന്നത്, പെട്ടെന്ന് തന്നെ വെള്ളം പൊന്തുന്നത്. ഓക്കെ, അപ്പോൾ കിണറുകളായിട്ട് ലിങ്കേജ് ഉണ്ട് എന്നുള്ളത് കാര്യം ഇതിലൂടെ നമുക്ക് വ്യക്തമാണല്ലോ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ പുഴകളിൽ എന്തെങ്കിലും മലിനം പെടുവാണെങ്കിൽ കിണറിലും അത് ബാധിക്കില്ലേ? ഓക്കെ, അതൊരു പോയിൻ്റാണ്, അത് ഓർത്ത് വെക്കുക. അഗ്രികൾച്ചറൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ വയൽ പ്രദേശങ്ങളിൽ കൃഷി നടത്തുമ്പോൾ നമ്മൾ ഒരുപാട് വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ വിളകൾ നന്നാവാൻ വേണ്ടി ഒരുപാട് വളങ്ങൾ, ഇതൊക്കെ കെമിക്കലാണെന്നറിയാലോ. വയലിൽ വെള്ളം പൊന്തിയാലും എന്ത് സംഭവിക്കും? കിണറിൽ വെള്ളം പൊന്തും. വയൽക്കരയിൽ താമസിക്കുന്നവർക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഓർത്ത് നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താവും? കിണറും മലിനാവും അല്ലേ? വയലിൽ വെള്ളം പൊന്തുമ്പോൾ കിണറിലും വെള്ളം പൊന്തുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കൽസ് കിണറിലും എത്തുമല്ലോ. ഓക്കെ, അതൊന്ന്. ഓയിൽ പൊല്യൂഷൻ, റോഡ് സൈഡിൽ താമസിക്കുന്നവർക്ക് അറിയാൻ പറ്റും. മഴക്കാലമാകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ റോഡ് സൈഡിലുള്ള വെള്ളത്തിലൊക്കെ നമുക്ക് ഓയിലുകൾ കാണാൻ പറ്റും അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. ഈ വെള്ളമാണല്ലോ നമ്മളെ കിണറിലേക്ക് പോകുന്നത് അല്ലേ? അപ്പോൾ അത് കിണറിലെ വെള്ളത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതും പറയാനില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ പറയുന്നത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്, അതായത് വായുവിലും അങ്ങനെയുള്ള സംഭവം എനിക്ക് ഡീറ്റെയിൽ കൃത്യമായിട്ട് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള പൊല്യൂഷൻ, അതായത് വെള്ളം എങ്ങനെ പൊല്യൂട്ടഡ് ആവുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടിരിക്കുന്നത്. മൊത്തം ഇംഗ്ലീഷാണ്, എനിക്ക് കൂടുതൽ ഇംഗ്ലീഷുമായിട്ട് വശമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിലിംഗ് ചെയ്യുന്നില്ല ഇതിനെക്കുറിച്ച്. ഇത് ഏകദേശമൊക്കെ കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വെള്ളം പൊല്യൂട്ടഡ് ആവുന്നതും വെള്ളത്തിൻ്റെ കളർ ചേഞ്ച് ആവുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ മഴ പെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, മഴ പെയ്യുന്ന ആ സമയത്ത് എല്ലാ വെള്ളവും, ഏത് സ്ഥലമുള്ള വെള്ളമാണെങ്കിലും ചെറിയ കലക്ക് വരും. ഈ കലക്ക് കുറേ കഴിയുമ്പം എന്താവും? അതില്ലാതാവും. പിന്നെ വെള്ളത്തിൻ്റെ pH, ഞാൻ നേരത്തെ പറഞ്ഞു വെള്ളത്തിൻ്റെ pH 7.0 ഇതൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നത്. അതിൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? pH കൂടിക്കഴിഞ്ഞാൽ അത് ആൽക്കലൈൻ വാട്ടർ ആവും. ആൽക്കലൈൻ വാട്ടർ തന്നെ അത് 8 സംതിങ് വരെ നമുക്ക് കുടിക്കാൻ പറ്റാവുന്ന തരത്തിൽ ആൽക്കലൈൻ വെള്ളമുള്ളൂ. പിന്നെ 8 മുകളിൽ കയറി കഴിഞ്ഞാൽ അത് കുടിക്കാൻ പറ്റില്ല, ചവർപ്പുണ്ടാവും. അപ്പം തന്നെ മനസ്സിലാക്കിക്കോളാം എന്താണ് ആ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റൂല എന്നുള്ള കാര്യം. ചവർപ്പുണ്ടാവും, നമുക്ക് കുടിക്കാൻ കഴിയില്ല. കുടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കേണ്ട. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കുടിക്കാൻ കഴിയില്ല, ചവർപ്പുണ്ടാവും. അപ്പോൾ pH ഇല്ലെങ്കിലും വെള്ളത്തിന് ഉണ്ടാകുന്നത് പുളിപ്പൻ ചവർപ്പും തന്നെയാണ്.
pH കൂടിക്കഴിഞ്ഞാൽ ആൽക്കലൈൻ വെള്ളം ആയാലും വെള്ളത്തിന് ചവർപ്പും തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് മീഡിയം ലെവൽ ഉണ്ടാവണം എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ്, ആ കാരണം കൊണ്ടാണ് പറയുന്നത് 7 പോയിന്റ് സംതിങ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റൂ. പിന്നെ ഇവർ പറയുന്ന ഈ പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു പൊല്യൂഷൻ ഇല്ലാതാവോ? ഓയിൽ പൊല്യൂഷൻ ഇല്ലാതാവോ? കെമിക്കൽ പൊല്യൂഷൻ ഇല്ലാതാവോ? അതൊക്കെ ഈ പൊടി എടുത്ത് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഈ കടൽ കക്ക പൊടിച്ചിട്ട് എന്ത് ചെയ്യുക, ഉജാല ഒരു തുള്ളി വെള്ളം, ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക, ഇവർ പറയുന്ന ടാങ്കിൽ, എന്നാൽ ടാങ്കിൽ എടുക്കുക, ടാങ്കിൽ എന്ത് ചെയ്യുക, ഉജാല ഉറ്റിക്കുക, ഒരു തുള്ളി ഉറ്റിച്ച് കഴിഞ്ഞാൽ തന്നെ അത് നീല കളറാവും. എന്നിട്ട് നിങ്ങൾ ഈ പൊടി ഇട്ട് നോക്ക്, ഒരു കാരണവശാലും ഉജാലേൻ്റെ കളർ പോവില്ല. പിന്നെ ഈക്കോളി പോലുള്ള വേസ്റ്റുകൾ, അതായത് സെപ്റ്റിക് ടാങ്കൊക്കെ ലീക്ക് ചെയ്തിട്ട്, ഇത് ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട് 90% കിണറുകളിലും ഈക്കോളിൻ്റെ ഇതുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈക്കോളി എന്ന് പറയുന്ന ബാക്ടീരിയ ഈ സെപ്റ്റിക് ടാങ്ക് വഴി വരുന്നതാണ്. അതായത് തീട്ടത്തിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ. മലത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ മാത്രം, അത് ഹ്യൂമൻ വേസ്റ്റ് ആവണമെന്നില്ല, ജന്തുക്കളെ വേസ്റ്റ് ആയാലും മതി, മലത്തിൻ്റെ അംശത്തിൽ മാത്രമേ ഈ ഈക്കോളി നിലനിൽക്കൂലൂ. നിങ്ങൾ വെള്ളത്തിൽ ഈ പൊടി ഇട്ട് കഴിഞ്ഞാൽ ചില ഈക്കോളി പോകുന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈക്കോളി പോയിക്കോട്ടെ, ഈക്കോളിൻ്റെ ആവശ്യം തീട്ടൂല വെള്ളത്തിൽ നിങ്ങൾ ഈ പൊടി ഇട്ട് നോക്ക്, തീട്ടം പോകുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. കുറച്ച് തീട്ടം വെള്ളത്തിൽ ഇടുക, എന്നിട്ട് ഇത് ഇടുക, എന്നിട്ട് ആ തീട്ടം ഇല്ലാണ്ടാവുന്നുണ്ടോ നോക്ക്. ഓക്കെ, ഇങ്ങനെ ഈ സംഭവം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓയിൽ പൊല്യൂഷൻ, ഇങ്ങനെയുള്ള ഓയിൽ പൊല്യൂഷനൊക്കെ ഈ പൊടി ഇട്ടാൽ പോകുന്നാണോ പറയുന്നത്? കക്കി ഇട്ടാൽ pH കൂടും, വെള്ളത്തിൻ്റെ pH കൂടും, അത് മാത്രമേ സംഭവിക്കൂ. അല്ലാതെ ഇത് പൊല്യൂഷൻ ഒരിക്കലും, ഇങ്ങനെ വരുന്ന പൊല്യൂഷൻ ഒന്നും ഈ പൊടി കൊണ്ട് നീക്കം ചെയ്യാൻ കഴിയില്ല. ഇത് ഓരോരോ കാലത്തിലും നമുക്ക് കാണാം, ഓരോരാൾ ഇതേപോലെ വന്നിട്ട് പലതരത്തിലുള്ള സംഭവം വെള്ളം ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ശാസ്ത്രീയമായ രീതിയിലല്ലാതെ വെള്ളം ശുദ്ധീകരിക്കാൻ കഴിയില്ല. ഈ പൊടി ഇട്ടതിനെ കൊണ്ടൊന്നും വെള്ളം ശുദ്ധിയാവില്ല. pH കൂടുമായിരിക്കും, അത് ഞാൻ അംഗീകരിക്കുന്നു, pH കൂടും, അല്ലാതെ ഇതിൽ വേറെ ഒന്നും സംഭവിക്കില്ല. pH കൂടിയ വെള്ളത്തിൽ ഇതിട്ടാൽ അത് ആൽക്കലൈൻ വാട്ടർ ആവും. ആൽക്കലൈൻ വാട്ടർ ഒരു പരിധി വരെ കുടിക്കാൻ പറ്റൂലൂ, അതിന് മുകളിൽ കുടിക്കാൻ പറ്റൂല. അതന്നെ പലതരത്തിലുള്ള ബോഡിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊക്കെയാണ് ഇന്നത്തെ പഠനം തെളിയിക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് സത്യമാണോ മിഥ്യയാണോ എന്നുള്ളത്. എന്നിട്ട് മാത്രം ഇതിൽ പോയി പെടുക എന്ന് തന്നെയാണ് ഞാൻ പറയാം. എന്ന് വെച്ചാൽ പോയി പെടുക, അല്ലാണ്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കില്ല. ഓക്കെ, ഇത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.